വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങളെല്ലാവരും ഒരടക്കത്തിന് വന്ന പോലെ ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നടക്കുന്നത് സുവിശേഷ വിളംബരമാണ്, ഫ്യൂണറൽ സർവീസ് അല്ല. ഇവിടെ എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ അധരങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇടയാകട്ടെ. കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആ കർത്താവിൻ്റെ ദാസൻ, ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, സഹ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, മനോഹരമായ നിലയിൽ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന കൊയർ ടീമിലെ പ്രിയ സഹോദരങ്ങൾ, ഹർത്താലിൻ്റെ ഒക്കെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും വചന കേൾവിക്കായി പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവമക്കൾ, ഈ ശബ്ദപരിധിയിൽ ഈ ഗ്രൗണ്ടിൻ്റെ പരിസരങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രവിക്കുന്ന ദേശവാസികളായ മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. സാധാരണ കൺവെൻഷനിൽ ഞാനിപ്പോൾ 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട സമയം കഴിഞ്ഞു. 7:30 ചോദിച്ചു മേടിക്കും. ഇപ്പോൾ 8:30 ഒന്നാം ദിവസമായതുകൊണ്ട് വഴക്കിടാനൊക്കത്തില്ല. കാരണം ആദ്യത്തെ ദിവസം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ ഏറിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മുഖവുരകൾക്കൊന്നും ഇനി സമയമെടുക്കാതെ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആശിക്കുന്നു. നമ്മുടെ സകല പ്രസംഗത്തിനും ആധാരം വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ തിരുവചന ഭാഗം മൈക്കിൽ കൂടെ വായിച്ചു നമ്മെ കേൾപ്പിക്കും. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നു. കേട്ടെ, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. പൊതുവിൽ അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയുടെ പേരാകാൻ സാധ്യതയില്ല. ഞാനൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ബാപ്പയുടെ പേര് അബ്ദുൽ സലാം, ഉമ്മായുടെ പേര് ജമീല ബീവി, 2 സഹോദരിമാർ അടങ്ങുന്ന കുടുംബം. 2002 വരെ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ച ഇസ്ലാമിക ചിട്ടകൾ അനുസരിച്ച് മുസ്ലിം പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു പശ്ചാത്തലം. ഓർക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ തൊപ്പിയിട്ട് മദ്രസയിലേക്ക് പോയിരുന്ന കാലം ഓർക്കുന്നു. മുസ്ലിം സഹോദരങ്ങളുള്ള ദേശത്ത് പാർക്കുന്നവർക്കറിയാം, രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കൊച്ചുകുട്ടികൾ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വരിയായി പോകുന്ന ഒരു കാഴ്ച കാണാം. ഞാനും എൻ്റെ പെങ്ങന്മാരും അങ്ങനെ മദ്രസയിൽ കടന്നുപോയ ബാല്യകാലം. എന്തിനാ പോയത് എന്ന് ചോദിച്ചാൽ ഉത്തരം മതപഠനത്തിനായിട്ടാണ് പോയത്. എന്തിനാ പോയത്? മതപഠനത്തിന്. അറിഞ്ഞിരിക്കണം,
നിങ്ങൾ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവരും ഇത് തന്നെ പറയത്തുള്ളൂ, പേടിക്കൊന്നും വേണ്ട. അവർ പറയും മതം പഠിക്കാനാണ് മദ്രസയിൽ പോയത് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും ഒന്നാം സ്ഥാനം മതത്തിന് കൊടുക്കണം എന്ന് ചെറിയ പ്രായത്തിലെ തലയ്ക്കകത്തോട്ട് കയറിയാണ് ബാല്യകാലം വളർന്നത്. എന്നാൽ യൗവനത്തിലെത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഈ വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അന്ന് വരെ എൻ്റെ ഹൃദയത്തിലെ ചിന്ത യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്നായിരുന്നു. മുസ്ലിങ്ങൾക്കൊരു ദൈവമുണ്ട് അള്ളാഹു എന്നും, ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ട് യേശുക്രിസ്തു എന്നും, ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ദൈവങ്ങൾ വേറെയുണ്ട് എന്നുമാണ് തലച്ചോറിൻ്റെ അകത്തുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങൾ നിമിത്തം 2002 ഈ ബൈബിൾ കരങ്ങളിൽ എടുപ്പാൻ അവസരമുണ്ടായത്. ആ അനുഭവങ്ങളെ നമ്മൾ പെന്തക്കോസുകാരുടെ ഭാഷയിൽ വിളിക്കുന്നത് സാക്ഷ്യം എന്നാണ്. സാക്ഷ്യം കേൾക്കാനുള്ള താല്പര്യമൊക്കെ ജനത്തിനുണ്ട്, പറയണമെന്ന് എനിക്കുമുണ്ട്. പക്ഷേ സാക്ഷ്യം പറയാൻ പോയാൽ വചനം പ്രസംഗിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും പറയാറില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ദേശത്തോട്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, യഹോവ നല്ലവനെന്ന് പറഞ്ഞേ രുചിച്ചറിയണം, ദൈവത്തെ അനുഭവിച്ചറിയണം. ഇന്നത്തെ തലമുറയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ 100 ചോദ്യം ചോദിക്കും. കാരണം അവർക്ക് ദൈവത്തെ പഠിച്ചറിയണം. ദൈവത്തെ തിയോളജി പഠിച്ചല്ല അറിയേണ്ടത്, ദൈവത്തെ അനുഭവിച്ചറിയണം. ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങളെല്ലാം ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചിരുന്നിടത്ത് സുവിശേഷത്തിന്റെ സന്ദേശം കാതുകളിൽ വന്ന് പതിച്ചത് കൊണ്ടാണ് 23 വർഷമായി ഞങ്ങൾ ഭൂതലത്തിൽ ജീവനോടിരിക്കുന്നത്. അന്ന് ബൈബിൾ കരങ്ങളിൽ കിട്ടിയപ്പോൾ ഇത് രഹസ്യമായിട്ടൊന്ന് വായിക്കാൻ തുടങ്ങി. ഒളിച്ചും പാത്തുമൊക്കെയാണ് വായിച്ചത്. എന്നാലും അമ്മ കണ്ടുപിടിച്ചു. ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു എൻ്റെ ഉമ്മ. എന്നിട്ടൊരു നിലവിളിയും, എൻ്റെ റബ്ബേ, ഏതൊക്കെ ഇബ്ലീസിനെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ വേണ്ടിയാണോ ഇവൻ ഈ പരിപാടി കൊണ്ട് നടക്കുന്നതെന്നും പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കി എൻ്റെ ഉമ്മ. ഇന്ന് രാത്രി ഇടയപ്പാറയോട് അല്പം സന്തോഷത്തോടെ പറയാം, അന്ന് ആ ബൈബിള് വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ഇപ്പൊ എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. അതാ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ചില കമ്പനിക്കാർ പരസ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല. അതുപോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത ദേശത്തോട് പറയാം, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഞാൻ കോട്ടയത്തിനടുത്ത് കാനം, ഇവിടെ അടുത്തല്ല, കാനം ഭാഗത്ത് ഒരു യോഗം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുക. അപ്പോൾ ഉപദേശിമാർ പറഞ്ഞു ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയും. അദ്ദേഹം അടുത്ത് വന്നു, ചോദിച്ചു എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നില്ല. പറഞ്ഞാട്ടെ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പരിചയം? എന്നാലും കേട്ടിട്ടുണ്ടാകും. എങ്ങനെ? ഈ പെന്തക്കോസുകാർ കൂടെയൊക്കെ പലയിടത്തും സാക്ഷ്യം പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്ത് സംഭവം? ഈ റാന്നി പട്ടണത്തിൽ ഉപദേശിമാര് ട്രാക്ട് കൊടുത്ത് പരിശോധനത്തിന് വന്നപ്പോൾ ഉപദേശിമാരുടെ കയ്യിൽ നിന്ന് ട്രാക്റ്റും ബൈബിളും ഒക്കെ പിടിച്ച് വലിച്ചു കീറി പാലത്തിലിട്ട് കത്തിച്ചെന്നും പിന്നത്തേതിൽ ആ പാലമൊക്കെ പൊളിഞ്ഞു പോയി ഇന്ന് കാണുന്ന നിലയിൽ പുതിയ പാലം പിന്നീട് പണിതാണെന്നും ഒക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇങ്ങനെ പെന്തിക്കോസുകാരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാ ആ കത്തിച്ചാള് ഞാനാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ നോക്കി, ഇനി എന്നെ കത്തിക്കാൻ വല്ലതും വന്നയാണോ എന്ന്. ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പുള്ളി ഉടനെ ബൈബിൾ പൊക്കി പിടിച്ചിട്ട് പറയാം, ഇപ്പം ഇതും പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പറഞ്ഞ മനസ്സിലായോ?
ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള സന്ധ്യാസമയത്ത് ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടും. കൂട്ടുകാരൊത്തുകൂടിയാൽ ആദ്യത്തെ ഡയലോഗ് എന്താണെന്നറിയാമോ? ഷെയർ ഇടളിയ കുപ്പിയെടുക്കാമെന്നായിരുന്നു. അങ്ങനെ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ഈ ആളില്ലാതെ പണി തീരാതെ കിടക്കുന്ന വീടിൻ്റെയൊക്കെ ടെറസിൻ്റെ മേലെ വലിഞ്ഞു പിടിച്ച് കയറി പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് കുപ്പിയും പൊട്ടിച്ച് സന്ധ്യയ്ക്ക് അങ്ങനെ പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ രാത്രി കാലങ്ങളിൽ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്ന ഒരു ഭൂതകാലം. അന്ന് വഴിയരികി കോളാമ്പിയും പിടിച്ച് മീശയും പഠിച്ച് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറിക്കോളും. ചിലർക്ക് അങ്ങനെ തോന്നും. അപ്പൊ അങ്ങനെ ചിന്തിച്ചിടത്ത് നിന്ന് 2002 ഈ പുസ്തകം ഒന്ന് വായിക്കുവാൻ സാഹചര്യമുണ്ടായി. ഇന്ന് രാത്രി ഇടയപ്പാറയോട് പറയാം, വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അഭിമാനമുണ്ടായെന്ന് ഇന്ന് രാത്രി പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ചോദിക്കാം, അതെന്താണോ ഷമീറെ ഇത്രയും പ്രത്യേകത ഈ പുസ്തകത്തിന് പറയാൻ? ഇന്ന് രാത്രി ഇടയപ്പാറയിലെ ഈ കൺവെൻഷൻ ഒരു ഓൾ നൈറ്റ് പ്രയറാക്കി മാറ്റിയാൽ ഈ രാത്രി വെളുക്കം വരെ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകളുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ നേരം അതല്ലാത്തത് കൊണ്ട് ഞാൻ എവിടെയും ആവേശത്തോടെ പറയുന്ന ഒരു പോയിന്റ് പറയാം. എന്താണോ ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ ഇത്രയും പ്രത്യേകത? പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ പരസ്യയോഗത്തിന് പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷയാണ് കവലെ പ്രസംഗിക്കുന്നത്. പരസ്യയോഗത്തിന് പോയപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ആളുകളൊക്കെ പലരും പരിചയപ്പെടാനൊക്കെ വന്നു. ചിലരൊക്കെ അടുത്ത് വന്നിട്ട് പല ചോദ്യങ്ങളൊക്കെയാണ്. ഒരാൾ ചോദിച്ചത്, എന്നാലും എന്തിനാടാ ഷമീറെ നീ ക്രിസ്ത്യാനിയാകെ പോയത്? എന്താ ചോദിച്ചത്? എന്തിനാടാ ഷമീറെ നീ ക്രിസ്ത്യാനിയാകാൻ പോയെന്നു? അപ്പം അവർ സമ്മതിക്കുന്നു ഞാനിപ്പോൾ ആരാന്ന്. പക്ഷെ നമ്മളീ പലരും സമ്മതിക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പോട്ടെ. ഏതായാലും എന്താ ഈ പുസ്തകത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ആവേശത്തോടെ ഞാൻ പറയുന്ന ഒരു മറുപടി ഇവിടെയും പറയാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ ആവർത്തിച്ചു വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും ഒരു വരി കൊണ്ടുപോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ അകത്ത് മതമില്ല. ഉണ്ടോ ദൈവദാസന്മാരെ? ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും ഇതിൻ്റെ അകത്ത് മതത്തെക്കുറിച്ചൊരു പഠനമില്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല. ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. മതത്തെ ചേർക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഇറക്കാനും പഠിപ്പിച്ചിട്ടില്ല, കയറ്റാനും പഠിപ്പിച്ചിട്ടില്ല. മതത്തെക്കുറിച്ച് ഒരു വരി പോലും പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ പോയതെന്തിനാ? മതം പഠിക്കാനാ. എന്നാൽ വേദപുസ്തകം പഠിച്ചപ്പം മനസ്സിലായി മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ അകത്ത് മതമുണ്ടോ? പറഞ്ഞേ എങ്ങോട്ട്? ഇല്ല. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്തുവാ? പറ, ഉറക്കെ പറ. മതം മാറ്റുന്നു നമ്മൾ. ഇങ്ങനല്ലേ പറയുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി അങ്ങനല്ലേ പറഞ്ഞേ? ഒരു ചേച്ചി, നിങ്ങൾക്കറിയത്തില്ലേ ചേച്ചി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ടൊരു ചേച്ചി പറഞ്ഞു, പെന്തക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്, ഇവരെ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുവാന്നൊരു ചേച്ചിക്കുള്ള മറുപടിയൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതാ. എന്നാലും ചേച്ചിയുടെ ഫാൻസുകാർ വല്ലതും ദേശത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നെന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. പ്ലീസ് സഹായിക്കണം, പ്ലീസ്.
കൊണ്ടുപോട്ടെ. അങ്ങനെ കഞ്ഞിക്കും പയറിനും വന്നത് ആരെങ്കിലും ഈ പന്തൽ ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുപോട്ടെ. അതിൻ്റെ പേര് ഞങ്ങൾക്ക് നാളെ ഇവിടെ ഹർത്താലും ഇല്ല. ഉണ്ടോ? ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, മുണ്ടും മടക്കി തെറി വിളിക്കത്തില്ല, ഞങ്ങൾ സമരത്തിനും ഇറങ്ങത്തില്ല, ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ 3 ദിവസത്തെ കൺവെൻഷൻ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഞാൻ കൊടുക്കാം. ഈ 3 ദിവസത്തെ കൺവെൻഷൻ തീരുന്ന വരെയുള്ള ഓഫറേ ഉള്ളൂ. ഈ പന്തലിൻ്റെ അകത്ത് ഒരു കൂട്ടം ജനവിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവരെ ഒരു കോഴിക്കാലും 1000 രൂപയും കാണിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. 3 ദിവസത്തെ ഓഫറേ ഉള്ളൂ. 3 ദിവസത്തെ ഓഫർ കൊണ്ടുപോകും. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു വിഷയം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ഒരു ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളി പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ ആക്ഷേപിക്കരുത്. സ്തോത്രം. അപ്പൊ ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് മതമില്ല. എന്നോട് ചിലർ ചോദിക്കും, എന്താ പേര് മാറ്റാത്ത? പേര് മാറ്റാൻ ബൈബിൾ എന്നോട് പറഞ്ഞില്ല, മതം മാറാൻ പറഞ്ഞില്ല, സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറഞ്ഞില്ല. ഇതൊന്നും ബൈബിൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്താ മാറ്റം വരേണ്ടത്? ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറണം. അതിനെന്ത് ചെയ്യണം? സൃഷ്ടാവിനെ അറിയണം. അപ്പൊ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് അടുത്ത ചോദ്യം. ഉത്തരം: സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം എല്ലാ കാലത്തും ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ എന്താണ് ബൈബിൾ ലോകത്തോട് പറയുവാൻ ആശിക്കുന്ന സന്ദേശം? വിശദീകരിക്കാൻ നേരം പോരാ. പ്രധാനപ്പെട്ട ചിന്തകൾ മാത്രം തൊട്ടുവിടാനേ കഴിയുന്നുള്ളൂ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നും ചരാചരങ്ങൾ ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഈ പുസ്തകത്തിൽ കാണാം. അവിടെ വെച്ചൊരു കാര്യം മനസ്സിലായി. ഭൂമി പൊട്ടിത്തെറിച്ചുണ്ടായതല്ലെന്നും സ്വയംഭൂവായതല്ലെന്നും ഇതിൻ്റെ പിന്നിൽ ഒരു സർവശക്തന്റെ കരമുണ്ടെന്നും തിരിച്ചറിഞ്ഞു. പൊട്ടിത്തെറിച്ച എങ്ങനെ ഇന്ന് കാണുന്ന നിലയിലുണ്ടാവും? ചില പിള്ളേർ പടക്കം പൊട്ടിക്കുന്ന കാണാം. അതിൻ്റെ പുറത്തൊരു ചിരട്ട കമിഴ്ത്തി വെക്കും. ചിരട്ട പൊട്ടിത്തെറിച്ച് കാണുന്ന മതിലേലും മരത്തേലും എല്ലാം നല്ല ഡിസൈനായിട്ട് വന്ന് ഒട്ടിയിരിക്കുമോ? അതതിൻ്റെ പാട്ടിന് പോകും. പൊട്ടിത്തെറിച്ചുണ്ടായെങ്കിൽ ഇന്ന് കാണുന്ന നിലയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭ്രമണപഥം, സൗരയൂഥം, വെയിൽ, മഴ, രാവ്, പകല് ഇതെല്ലാം നല്ല കൃത്യമായ നിലയിൽ എങ്ങനെ സംഭവിക്കും? അപ്പോൾ പൊട്ടിത്തെറിയല്ല. പിന്നെ സ്വയംഭൂവായത്. പിന്നെ സ്വയംഭൂ. ഇവിടെ നല്ല സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരനോട് നമുക്ക് ചോദിക്കാം, സഹോദര ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ പുള്ളി പറയാം, അതൊക്കെ ഒരു സംഭവം ഉണ്ട് പാസ്റ്ററെ. എന്നാ അത് രസമാണ്. എന്നാ രസം പറ കേൾക്കട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേക്കാൻ ബ്രഷ് പേസ്റ്റും ഒക്കെ ആയിട്ട് എടുത്ത് പല്ല് തേച്ച് നേരെ സിറ്റൗട്ടിൽ വന്ന് നോക്കിയപ്പോൾ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് സൗണ്ട് സിസ്റ്റം. അതെങ്ങനെ? അത് സ്വയംഭൂവായാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുക. ഒരു പ്രഭാതത്തിൽ ഈ സൗണ്ട് സിസ്റ്റം സ്വയംഭൂവായെന്ന് പറഞ്ഞാൽ ചിരി വരുന്നെങ്കിൽ ഈ അണ്ടകടാകം മുഴുവൻ ഒരു പ്രഭാതത്തിൽ തന്നെ ഉണ്ടായി വന്നെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു മൊട്ടുസൂചി പോലും തന്നെ ഉണ്ടാകത്തില്ല. അതുണ്ടാക്കാൻ ഒരു കരം അതിൻ്റെ പിറകിൽ വേണം. അതുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചു. 2ാം ഘട്ടം, അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തെ കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ? ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട്, നിലത്തെ മണ്ണ് കൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്ന് വായിച്ചു. ഇങ്ങനെ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെന്നും ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നുമാണ് വായിച്ചത്. അപ്പോൾ കുറച്ചുകൂടി സന്തോഷം തോന്നി. കാര്യം എന്താ? ദൈവം മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചെന്നില്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നില്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നുമില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. കൊള്ളാമല്ലോ, സംഗതി കൊള്ളാം. നമ്മൾ വിചാരിച്ചിരുന്ന ഇങ്ങനൊന്നും അല്ല. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ദൈവത്തിന് ജാതിയില്ല, മതമില്ല. സ്വർഗത്തിലെ പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ ദൈവം കാണുന്ന 2 ജാതിയേ ഉള്ളൂ. ഒന്നാണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കി? ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച മെനയാ.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് ജാതി മതമില്ല, ദൈവത്തിന് വർണ്ണവർഗമില്ല, ദൈവത്തിന് കളർ വ്യത്യാസമില്ല, ദൈവത്തിന് നിറവ്യത്യാസമില്ല. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പോൾ കുഴപ്പമില്ല, മനോഹരം. അപ്പോൾ ഒരു സംശയം കൂടെ മാറി. കാരണം എന്താ? സ്കൂളിൽ പഠിച്ചപ്പം ടീച്ചർ പഠിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നാ? കുരങ്ങിയെന്നാണ്. വേദപുസ്തകം വായിച്ചപ്പം അത് മനസ്സിലായി. കുരങ്ങിയെന്നും പുഴുവെന്നും അല്ല, ദൈവം സൃഷ്ടിച്ചു. ഈ കുരങ്ങീന്നാന്ന് പറയുന്ന ചില ആളുകളോട് ഇത് പറഞ്ഞു കൊടുത്താലും പറയും, അത് നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി, കുരങ്ങീന്നാ കുരങ്ങ്. അങ്ങനെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഭരണിക്കാവിലും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ കുരങ്ങന്മാർ. എന്നാൽ ഓരോ ആഴ്ച ഓരോ മനുഷ്യൻ ഇങ്ങോട്ട് രൂപാന്തരപ്പെട്ട് വരാതെ. ഒരാഴ്ച നാരായണൻ കുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, പിറ്റത്തെ ആഴ്ച മുഹമ്മദ് കുട്ടി. കുരങ്ങിന് കുറവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്, വരട്ടെ. വരുന്നില്ലല്ലോ. പറഞ്ഞു കൊടുത്താലും പിന്നെ ഒറ്റക്കാലിൽ നിൽക്കും. നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി, കുരങ്ങീന്നാ കുരങ്ങീന്നാ. അങ്ങനെ തർക്കിക്കുന്നവനോട് വെറുതെ അടി ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. നമ്മൾ ശാന്തമായിട്ട് പറയണം, ശരി ചേട്ടാ ചേട്ടാ ശരി, സമ്മതിച്ചു, ചേട്ടൻ്റെ വലിയപ്പൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനല്ല. സ്വന്തം വല്യപ്പൻ കുരങ്ങനാന്ന് പറയുന്നവനോട് പിന്നെ അടി ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. ശരി, നിങ്ങളുടെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളുടെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞ അവിടെ ശാന്തമായി പൊക്കോണം. വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലാകുന്നു, കുരങ്ങിയെന്നും പുഴുവിന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ കരങ്ങളാൽ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. ജാതി മത വ്യത്യാസമില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഓക്കെ, വിശദീകരിക്കാൻ നേരം പോരാ, ഞാൻ ഓടിപ്പോവുക. അങ്ങനെ സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള മനോഹരമായ ഒരു രംഗമാണ് വേദപുസ്തകത്തിൻ്റെ 1-ാം ഘട്ടം, ഉൽപ്പത്തി. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെയില്ല. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന 1-ാം ഘട്ടമാണ് ബൈബിളിൻ്റെ പഠിപ്പിക്കൽ. ഇനി കാതലായ 2-ാം ഘട്ടം എന്താ? സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തൊരു കഥാപാത്രം. വിശദീകരിക്കാൻ നേരം പോരാ. പല ആളുകളും പല പേരിലാണ് വിളിക്കുന്നത്. പിശാച്, പിശാശി, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ പല പേരുകളിലാണ് സംബോധന ചെയ്യുന്ന ഈ ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച്. 2 വാക്ക് പറയാം. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ചിന്ത, പണ്ട് പൊന്നിടാറ്റിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തറയും വരുമായിരുന്നു. കണ്ണും തള്ളി കൊമ്പും വെച്ച് വല്ലൂന്തി ഇളിച്ചോണ്ട് വരുന്ന ഒരു ഭീകര രൂപം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുത്തനാണ് പിശാച് എന്നാണ് മനുഷ്യന്മാരുടെ ചിന്ത. എന്നാൽ വേദപുസ്തകം പറയുന്ന ചില പദങ്ങൾ ശ്രദ്ധിക്കണം. ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, പ്രയോഗങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പിശാച് എന്ന് പറയുന്നത് ഒരു മാനുഷിക ശരീരം ഉള്ളവനൊന്നുമല്ല. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് ഗുഡ് മോർണിംഗ്, ഞാൻ പിശാച്, ഇന്ന് നിങ്ങളുടെ വീട്ടിലാണ് എന്ന് പറയുന്ന ഒരുത്തനല്ല. പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവെന്ന ഈവിൾ സ്പിരിറ്റ്, ഇരുട്ടിൻ്റെ ആത്മാവ്, അങ്ങനെ ഒരുത്തനാണ് പിശാച്. ഇനിയിപ്പോൾ ഈ 2026 പിശാചൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ ആമേ തെളിയിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചൊരു വാർത്തയാണ്, 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ള കളിക്കാൻ മൊബൈൽ കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 14 വയസ്സുള്ള ചെറുക്കൻ അമ്മയുടെ കഴുത്ത് അറുത്തങ്ങ് മാറ്റി. 14 വയസ്സുള്ള ചെറുക്കൻ പെറ്റതള്ളയുടെ കഴുത്ത് അറുത്തു മാറ്റിയെന്ന്. അങ്ങനെ ചെയ്യാൻ ഈ ചെറുക്കനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരൻ്റെ ആത്മാവാണെന്ന് സുബോധമുള്ളവൻ പറയുമോ? ഇല്ല. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തിന്മകൾ ഈ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ കൺട്രോൾ ചെയ്യുന്ന ഒരുത്തൻ്റെ കരമുണ്ട്. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ദേശത്തെ പിടിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇരുട്ടിൻ്റെ സ്വാധീനം. അതുകൊണ്ട് പിശാച് എന്ന് പറയുമ്പോൾ ഒത്തിരി വർണ്ണിക്കുന്നില്ല. പിന്നെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം പറയാം. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ചിന്ത, ഈ ചത്ത് കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റ് വരെ വന്നെത്തി നോക്കുന്നതാണെന്ന് ഒരു ചിന്ത ചിലർക്കുണ്ട്. അതും അങ്ങ് മാറണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷം വരുത്താൻ വരികയില്ല. മനസ്സിലാകുന്നുണ്ട്? ചുവന്ന ചുരിദാറിട്ടുണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും ബ്ലൗസ്. ദൈവം എന്നാ തുണി കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തും കൊണ്ടുവിടെ. അതെല്ലാം പോട്ടെ. ഇപ്പോഴും മനസ്സിലാകാത്ത വേറൊരു കാര്യം പറയാം. ഈ ചത്തട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളെ വിടാത്ത യവന്മാരും ചാകുന്നില്ലേ? ഉണ്ട്. എന്നിട്ടെന്താ ഇവരെ വിടാത്ത? എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പം പ്രതിഷേധിക്കണം നിങ്ങൾ. കാര്യം എന്താ? ഞങ്ങളെല്ലാം യക്ഷികളാണോ എന്നൊക്കെ പ്രതിഷേധിക്കേണ്ട കാലമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കി വെച്ച ഓരോ മെനകേടാണ്. മനസ്സിലാകുന്നില്ലേ? ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയെന്ന് പറയുന്നതാ ശരി. സീരിയലുകാരെന്തെല്ലാം മെന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് തീരദേശം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട് എല്ലാവരും പെട്ടെന്ന് ഓർക്കും നീണ്ടകര ശക്തികുളങ്ങര തുറമുഖമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ തീരദേശത്തൂടെ ഞങ്ങൾ പരസ്യമൊക്കെ നടത്തി പോകും. അപ്പോൾ ഈ വള്ളത്തെ ചാരി ഒരു അച്ചായ നിൽപ്പുണ്ടായിരുന്നേ. പുള്ളി മത്സ്യബന്ധനത്തിന് പോകുന്ന ആളാണ്. അപ്പം കൈലിയൊക്കെ ഇങ്ങനെ ഉടുത്തിട്ടുണ്ട്, ഉടുപ്പിട്ടിട്ടില്ല, വായിൽ മുറുക്കാനുണ്ട്, ഇങ്ങനെ ചാരി നിൽക്കുക. എന്നാ ഉണ്ടച്ചാ? എങ്ങനെ പോകുന്നു ഉപദേശി? അങ്ങനെ ഉണ്ട്, കടലിൽ പണിയൊക്കെ ഉണ്ട്. പണിയൊക്കെ കുറവ് ഉപദേശി, പണ്ടത്തെ പോലെ മീനൊന്നും അങ്ങോട്ട് കയറുന്നില്ല. അങ്ങനെ ഇരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വലിയൊരു കുരിശ് ഇങ്ങനെ ഇട്ടേക്കുക. ഇതെന്നാ വെച്ചാൽ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നത്? എന്നെ പുള്ളി ചോദിക്കുക, അത് ശരി, ഉപദേശിമാർക്കൊന്നും അറിയില്ലേ? എന്നെ കുരിശ് കണ്ടാൽ പിശാച് അടുക്കുകയല്ലോ ഉപദേശി. അപ്പോൾ നമ്മൾ ചോദിച്ചു, അയ്യോ എൻ്റെ പൊന്നച്ചാ, ഞാൻ ഈ ബൈബിള് മൊത്തം വായിച്ച മനുഷ്യനാണല്ലോ, ഞാനിത് കണ്ടിട്ടില്ലല്ലോ. അതെവിടാ ബൈബിളിലാ വാക്യമൊന്നും? ബൈബിളിലല്ല ഉപദേശി, സീരിയലിലാന്ന്. നോക്കണേ മെനകേട്.
സീരിയലിൽ പിശാച് വെള്ള സാരിയും ബ്ലൗസും കൊടുത്ത് പുകയും പുകച്ച് വരുന്നു, അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, കുരിശിൽ നിന്ന് പ്രകാശം വന്ന് തട്ടുന്നു, പിശാച് ഓടുന്നു. ഇത് കേട്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ മനസ്സിലെ ചിന്ത കുരിശ് കണ്ടാൽ പിശാച് അടിക്കുകയല്ലെന്നാ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശുള്ളൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാവോ? സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. ദൈവത്തിൻ്റെ പ്രകാശം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത്. പോയാലോ? ഉവ്വ. 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞ് അതുവഴി പോവില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനകേടാ. അപ്പം ഇത്രയും കുരിശ് അവിടെ ഉണ്ടായിട്ട് അപ്പോഴാണ് ഇത്തിപ്പോന്നേം കഴുത്തായിട്ടുണ്ട് നടക്കുന്നത് പിശാചടുക്കത്തിൽ. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഓരോ മെനകേട് പറഞ്ഞെന്നേ ഉള്ളൂ. പോട്ടെ. അപ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്യുന്ന ഇരുട്ടിൻ്റെ ആത്മാവ്, ആമേൻ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പന മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക, ദൈവത്തിൽ നിന്ന് അകറ്റുക. ഇതാണ് എല്ലാ കാലത്തും പിശാചിൻ്റെ ലക്ഷ്യം. വിവരിക്കാൻ നേരം പോരാ. അങ്ങനെ മനുഷ്യൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പന ലംഘിച്ചു. കൽപ്പനാ ലംഘന നിമിത്തം വേദപുസ്തകം പ്രഖ്യാപിച്ചു, ഒരു വ്യത്യാസവുമില്ല, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. സകല മനുഷ്യരും പാപിയാണ്. മനുഷ്യൻ പാപിയാണെന്നുള്ളതിന് ഇനി എക്സ്റേ വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ കാലത്തും രാവിലെ സിറ്റൗട്ടിൽ പറന്നു വീഴുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകളെടുത്ത് നോക്കിയാൽ പണ്ട് കാലത്ത് ദോഷമായിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറ്റകൃത്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രഭാതം വരവേൽക്കുന്നത്. പണ്ട് സ്വന്തം പെൺമക്കളെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, കണ്ടുപിടുത്തങ്ങൾ മേപ്പോട്ട്, ഇൻ്റർനെറ്റ് മേപ്പോട്ട്, ടെക്നോളജി മേപ്പോട്ട്, ശാസ്ത്രം മേപ്പോട്ട്, എല്ലാ വികസനങ്ങളും മേപ്പോട്ട്. പക്ഷേ ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവം മാത്രം കീപ്പോട്ട്, മനുഷ്യൻ്റെ ധാർമ്മികത കീപ്പോട്ട്. 3 വയസ്സുള്ള കുഞ്ഞിന് തെരുവിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, 90 വയസ്സുള്ള മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് വീട്ടിലും കിടക്കാൻ പറ്റുന്നില്ല. കാലം പോയ പോക്ക് നോക്കണം. വല്ലാത്തൊരു കാലത്തിലേക്ക് പോവുക. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് നാൽക്കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യന്മാരിവിടെ ചെയ്തു കൂട്ടുന്നു. ചിന്തിച്ചു നോക്ക്, ശരിയാണോന്ന്? ആകാശത്തുകൂടെ ഒരു പരുന്ത് വട്ടമിട്ട് മറക്കുമ്പോൾ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്താ ചെയ്യുക? ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സാണ് കോഴിയമ്മയിൽ കാണുന്നത്. പക്ഷെ മനുഷ്യനെ നോക്ക്, കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി 10 മാസം നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിന് തീരദേശത്തിൻ്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? ചിന്തിച്ചു നോക്ക്. മിണ്ടാപ്രാണിയായ കോഴി ഒരു മുട്ടയിട്ടാൽ ഉടനെ കൂകും. ഈ കൂക്കി വിളി കേൾക്കുമ്പോൾ അമ്മ മക്കളോട് പറയടി കോഴി കൂകുന്നടി മുട്ടയിട്ടോന്ന് നോക്കാം. അതൊരു സിഗ്നൽ കോഴിയമ്മ തരും. പക്ഷെ നിങ്ങളറിഞ്ഞോ, ഈ അടുത്ത കാലത്തൊരു അമ്മ KSRTC ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടയച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പോൾ അമ്മ തൊട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? ചിന്തിച്ചു നോക്ക്. മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് നാൽക്കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യന്മാരിവിടെ ചെയ്തു കൂട്ടുന്നത്. ചിന്തിക്കണം. 2 ചങ്ക്, എൻ്റെ ചങ്കിടിപ്പാന്ന് പറഞ്ഞ് 2 ചങ്കുകൾ ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്ത് മേശപ്പുറത്ത് പൊട്ടിച്ച് വെച്ച് അടി തുടങ്ങി. കുപ്പി പൊട്ടിച്ചപ്പോൾ ചങ്കായിരുന്നു, കുപ്പി അടിച്ചു തീർത്തപ്പോൾ ചങ്കിൻ്റെ കഴുത്തം കറുത്തു. എന്തെല്ലാം വാർത്തകൾ! വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉത്തര എന്ന് പറഞ്ഞൊരു പെൺകുഞ്ഞ് ഇല്ലേ? ആ പെൺകൊച്ച് സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു മൂർഖം പാമ്പിനെ കരുതി വെച്ചിട്ടുണ്ടെന്നും ഇന്ന് രാത്രി അതിനെ കൊണ്ട് കടിപ്പിച്ച് എന്നെ കൊല്ലുമെന്നും ആ പെൺകുഞ്ഞ് വിചാരിച്ചിരുന്നോ? പക്ഷേ സംഭവിച്ചു. എന്തെല്ലാം വാർത്തകളാണ് നമ്മുടെ കൺമുമ്പിൽ ഇടത്തും വലത്തും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം. നോക്ക്, ഇതിന് പല മുഖാന്തരങ്ങളാണുള്ളത്. വിശദീകരിക്കാൻ നേരം പോരാ. ഇതൊക്കെ പറയണം, പൊതുസമൂഹം ഇതൊക്കെ കേൾക്കേണ്ടതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് ട്യൂഷൻ വിട്ട് വരുമ്പോൾ ആ കുടിച്ച് ലെക്ക് കെട്ട് ജംഗ്ഷനിൽ ആടി നിൽക്കുക അച്ഛൻ. അവൾ കൈക്ക് പിടിച്ച് അച്ഛാ വീട്ടിൽ പോവാ, അച്ഛാ വാ അച്ഛാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് വലിക്കുമ്പോൾ സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റാത്ത ബോധമണ്ഡലത്തിൽ നിൽക്കുന്ന അപ്പൻ അവളുടെ ഉടുപ്പെ പിടിച്ച് വലിച്ചു കയറാൻ ശ്രമിക്കുക. ജംഗ്ഷനിൽ കുതറി ഓടി പെൺകുഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ +2 പഠിക്കുന്ന ചെറുപ്പക്കാരൻ ആങ്ങള ചോദിച്ചു, എന്നാ മോളെ എന്നാടി നീ കരയുന്നത്? അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തു. അവൻ ഓടി അടുക്കളയിലിരുന്ന കറിക്കത്തി എടുത്തുകൊണ്ട് കവലയിലോട്ട് പാഞ്ഞു. കുടിച്ച് ലെക്ക് കെട്ട് ജംഗ്ഷനിൽ ആടി നിൽക്കുന്ന അപ്പനെ ഒറ്റ ചവിട്ടിന് ഓടയിലിട്ടുകൊണ്ട് കറിക്കത്തി അപ്പൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. പോലീസ് അധികാരികൾ വിവരം പറഞ്ഞ് +2 പഠിക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വാർത്ത വീട്ടിലിരിക്കുന്ന അമ്മയും അനിയത്തിയും അറിഞ്ഞപ്പോൾ അടുക്കളയുടെ മൂലയിൽ കന്നാസിലിരുന്ന മണ്ണെണ്ണ എടുത്ത് ശരീരത്തിലൂടെ ഒഴിച്ചിട്ട് ആ അമ്മയും അനിയത്തിയും ആത്മഹത്യ ചെയ്തു. എന്താ മനസ്സിലായി? മനോഹരമായ പൂ പോലെ വിരിഞ്ഞു നിന്ന ഒരു കുടുംബത്തെ 10 മിനിറ്റ് കൊണ്ട് ഈ പൂപ്പരപ്പിൽ നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞ ചെകുത്താനാണ് ലഹരി എന്ന് പറയുന്ന വിപത്ത്. ഇങ്ങനെ എത്ര കുടുംബങ്ങളെ തച്ചുടച്ചുകൊണ്ട്, എത്ര സഹോദരിമാരെ വിധവ വേഷം കെട്ടിച്ചുകൊണ്ട്, എത്ര കുഞ്ഞുങ്ങളെ കുറ്റവാളികളാക്കി മാറ്റിക്കൊണ്ട്, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പോലും ക്രിമിനലുകളാക്കി മാറ്റിക്കൊണ്ട് ഈ ലഹരി എന്ന് പറയുന്ന ചെകുത്താൻ ഇന്ന് കേരളത്തിൽ താണ്ഡവ നൃത്തമാടുന്നു.
പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചെകുത്താൻ ഈ പാപമെന്ന് പറയുന്ന വിപത്താണ്. അതുകൊണ്ട് ഇത് ഏതൊക്കെ ഭരണകൂടങ്ങൾ ആഞ്ഞു പിടിച്ചാലും ഇതിനെ പരിഹരിക്കാൻ പറ്റത്തില്ല. പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞാലൊന്നും ഇത് പരിഹരിക്കപ്പെടാനൊക്കത്തില്ല. പിണറായി രാജിവെച്ചാലും നാളെ വി ഡി സതീശൻ വന്നാലും ഇനി ഇതിനെയൊക്കെ മാറ്റിയിട്ട് താമര വിരിഞ്ഞെന്ന് പറഞ്ഞാലും നാട്ടിലെ മനുഷ്യന്മാരുടെ സ്വഭാവത്തെ നന്നാക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും ഉലകത്തിൽ ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഭരണകൂടങ്ങൾ എത്ര മാറി മറിഞ്ഞെന്ന് വന്നാലും മനുഷ്യന്റെ ധാർമ്മികത കീപ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ഉറവിടമെന്ന് പറയുന്നത് പാപമാണ്. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന് അവനെ സ്വാധീനിച്ച് അവനെ കൺട്രോൾ ചെയ്ത് അവനെ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിന് തെളിവ് പറയണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ട് കാലത്ത്, നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഈ പഴക്കടയിൽ വന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്തോ ചെയ്തേ? പണ്ട്, ഇപ്പോഴല്ല, പണ്ട് 1 കിലോ മുന്തിരി താ ചേട്ടാ. അപ്പോൾ കടക്കാരൻ എന്തോ ചെയ്തതെന്നറിയാമോ? തോളിൽ ഒരു തോർത്ത് കിടപ്പുണ്ട്, അതെടുത്ത് മുന്തിരിയിൽ 2 വീശങ്ങ് വീശും. എന്തിനാ? മുന്തിരിയിൽ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളാണ്. അത് മുഴുവൻ ആട്ടിക്കളഞ്ഞിട്ടാണ് പണ്ട് 1 കിലോ മുന്തിരി തന്നത്. അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താ? ഓ, ഈ കടക്കൊട്ടും വൃത്തിയില്ല, കൊച്ചു മനസ്സ് പറഞ്ഞു. എന്നാൽ കാലം മുന്നോട്ട് പോയി. ഇന്നത്തെ പഴക്കടയിൽ നിങ്ങൾ ചെന്ന് നോക്ക്, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച പഴത്തിൻ്റെ പരിസരത്തില്ല. എന്താ? കടയ്ക്ക് വൃത്തി കൂടിയുണ്ടാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ല, ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പുരട്ടി തേച്ച് ഓറഞ്ച് തിളങ്ങി നിൽക്കുന്നു, ആപ്പിൾ തിളങ്ങി നിൽക്കുന്നു, മുന്തിരി തിളങ്ങി നിൽക്കുന്നു. ഈച്ചക്കറിയാം ഇത് ആപത്താ, അത് വഴിമാറി നടക്കുക. കേട്ടോ, മിണ്ടാപ്രാണിയായ ഈച്ച ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ, സാക്ഷര കേരളത്തിലെ മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും പുകയില ശരീരത്തിന് വിപത്താണെന്ന് അറിയാമായിരുന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയല്ല സ്നേഹിത. ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്നു. ഇതാ ബൈബിൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സകല മനുഷ്യനും പാപത്തിന്റെ അധീനതയിലാണ്. പാപം അവനെ കീഴടക്കി. നല്ലത് ചെയ്യാൻ മനുഷ്യൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച മനുഷ്യന്മാര് ഒരു സുപ്രഭാതം പുലരുമ്പോൾ അറസ്റ്റിലായെന്ന വാർത്ത കേൾക്കുന്നു. അയ്യോ ഇവനോ, അയ്യോ ഇവളോ എന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഇന്നലെ വരെ അവർ നല്ലതായിരുന്നു, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ അകത്തിരുന്ന വിഷം പുറത്തു വന്നു. സകല മനുഷ്യന്റെ അകത്തും പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. വേഗത്തിൽ പറയാം, നേരം പോരാ, ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ. നേരം പോരാ, അതുകൊണ്ട് വേഗത്തിൽ പറയാം. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തി. ഒന്ന് വായിച്ചു കൊടുത്തേ. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ. റോമാലേഖനം 1-ന്റെ 21, 22, 23. വായിച്ചാട്ടെ. മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം, മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ സംഭവിച്ച ദുരന്തം എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുക. എന്താ? മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചപ്പോൾ അക്ഷയനായ ദൈവത്തെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അർത്ഥാൽ ലളിതമായി പറഞ്ഞാൽ, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, അവൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ച ദൈവത്തെ മറന്നു. മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടാവിനെ മറന്നുപോയി. എന്നിട്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തെന്ന്. ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ദൈവത്തെ വിശ്വസിച്ചില്ല. ഇന്ന് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയല്ല നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറ പറയുന്ന ദൈവമൊന്നും ഇല്ലെന്നാ. പിന്നെ കുറച്ച് പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവം. ഡിങ്കനെ അറിയാവോ? ഓ, അറിയാനൊന്നുമില്ല, നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി. ഡിങ്കനാണ് ദൈവം എന്നാ പറയുന്നത്, ഡിങ്കമതം. അപ്പൊ നോക്കേ, ദൈവത്തെ അറിഞ്ഞിട്ടും
ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത വാക്ക് കേട്ടെ. അക്ഷയനായ അല്ലേ, കാണുന്നവരുടെ കയ്യിലോട്ട് കൊടുക്ക. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പാപം അകത്തോട്ട് കയറിയപ്പോൾ സൃഷ്ടാവിനെ അങ്ങ് മറന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവെച്ചെന്നാ എഴുതി വെച്ചേക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ എഴുതിയേക്കുന്നേ? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, ഈശ്വരന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ മഹത്വം കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മൂക്കി ശ്വാസമുള്ള മനുഷ്യന് കൊടുത്തപ്പോൾ ഇവിടെ എന്തുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. കുറച്ച് മാസം മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടം മലയാളിമാർ. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. ദൈവത്തെ അങ്ങ് മറന്നു. മൂക്കി ശ്വാസമുള്ള മനുഷ്യന് മഹത്വം കൊടുത്തു. അടുത്തത് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി എഴുതി വെച്ചേക്കുക. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കാൻ തുടങ്ങി. നാൽക്കാലിക്ക് മേലെ, പിന്നെ ഇരുകാലി കീഴെ ഇടജാതി, പിന്നെ 2 ചിറകും വെച്ചിട്ടുണ്ട്. ദൈവത്തെ അങ്ങ് മറന്നു. എന്തിനാ? വലിയ ഡിഗ്രി ഒന്നും വേണ്ട. ഞാൻ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ കൊണ്ട് പറയിക്കാം. മക്കളെ പറയടാ, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? പറ, ഉറക്കെ പറ മക്കളെ. ദൈവം. കൊച്ചു പിള്ളേർ പറയുക, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇന്ന് 2026. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? മനുഷ്യൻ. കണ്ടോ, പിള്ളേരുടെ തലയിൽ കയറിയിട്ടും വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യനാണ് ദൈവത്തെ. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യനാണോ ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ സൃഷ്ടിക്കുന്നത്? MBBS MD ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ട് ആവുന്ന പണി 58 ചെയ്ത ചൊടുവി പറയുന്നൊരു പദമുണ്ട്. ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്ക് മേലെയാണ് ദൈവം. മനസ്സിലായോ? ദൈവത്തെ മറന്നുപോയി. വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകി പോയോ? പറ. പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ വെള്ളം കയറി വരിക. യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ട് ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വരിക. ഉടനെ ഒറ്റ വിളിച്ചു, ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എന്നെ രക്ഷിക്കുന്നതാണോ വർഗീസിനെ രക്ഷിക്കുന്നതാണോ? സത്യം പറ, നുണ പറയരുത്. എന്തുവാ പറഞ്ഞേ? ഏതൊരു മനുഷ്യൻ എന്നെ രക്ഷിക്കണമെന്നേ വിളിക്കൂ. അപ്പോൾ ഹെലികോപ്റ്റർ താന്നു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി ഇട്ട് രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ഈ പുള്ളി തിരിച്ച് വീട്ടിലോട്ട് വന്നിങ്ങനെ നോക്കുമ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്തും എനിക്ക് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. വല്ലതും തലയിൽ കയറിയോ? ഇവിടെ മനുഷ്യന്മാരെ ഇതൊന്നും മനസ്സിലാക്കാൻ ഡിഗ്രി വേണ്ടടോ. ദൈവത്തെ അറിയണമെന്നാണ് ഈ പറയുന്നത്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ദൈവം. പിന്നെന്താ? അപ്പോസ്തല പ്രവൃത്തി 17:24 ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല സൃഷ്ടാവ്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയാണോ ദൈവം? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ് അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് അവൻ പറയും. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. നീ ദൈവത്തെ അറിയണമെന്നായി പറയുന്നത്. നീ ദൈവത്തെ അറിയണം. സ്തോത്രം. അപ്പൊ പിന്നെ എവിടെയാ ഉപദേശി ദൈവം വസിക്കുന്നത്? മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടാ ദൈവം വസിക്കുന്നത്? ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരമാണ്.
അതുകൊണ്ട് സ്നേഹിത, സഹോദര, ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലല്ല. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഈശ്വരനായി തുറക്കപ്പെടണം, ദൈവത്തിനായി തുറക്കപ്പെടണം. ഇരുട്ടിന്റെ ആത്മാവിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടവരണം. അതാ സുവിശേഷത്തിന്റെ മർമ്മം. വ്യക്തമാക്കി തരാം. പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദോഷത്തിലേക്ക് പോയി, തിന്മയിലേക്ക് പോയി. ഒരു മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞു, മോക്ഷം തേടി നിലവിളികൾ ഉയർന്നു, മോക്ഷം തേടി പ്രാർത്ഥനാ സൂക്തങ്ങൾ എഴുതപ്പെട്ടു. ഹൈന്ദവ സഹോദരങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ചോദിച്ചാൽ അവരോട് പറയും, എത്രയെത്ര പ്രാർത്ഥനാ സൂക്തങ്ങൾ ആ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയത്. പാപമോചനത്തിനായുള്ള എത്രയെത്ര കീർത്തനങ്ങളാണ്, എത്രയെത്ര പുരാണങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കുണ്ട്, അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയ എന്നും മനുഷ്യന്റെ നിലവിളികൾ കുറിക്കപ്പെട്ടു. എന്താ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവനെന്നും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവനെന്നും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചാലും എന്നും എഴുതപ്പെട്ടു. മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന ഒന്നാണ് സ്വഹീഹായ ഹദീസുകൾ. എന്താ ഹദീസ്? പ്രവാചക ദിനചര്യകളെന്ന് വിശ്വസിക്കുന്ന ഹദീസുകൾ. ആ ഹദീസിനകത്ത് ഇമാം മുസ്ലിം എന്ന് പറയുന്നവൻ എഴുതി വെച്ചിരിക്കുന്നു, ആമേ ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു. ഇമാം മുസ്ലിം. ഉടനെ ബുഖാരി എഴുതി വെച്ചു, റബ്ബില്ലാലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ യുഗത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്നെഴുതി വെച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും, അതേ പൗലോസ്ലീഹ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, അതേ മനുഷ്യനെ പാപം കുടിയിരിക്കുന്നു, അതവനെ തളച്ചിട്ടിരിക്കുന്നു, അതവനെ കൺട്രോൾ ചെയ്യുന്നു, അതവനെ സകല തിന്മകളിലേക്ക് നടത്തുന്നു. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്നൊരു മോക്ഷം മനുഷ്യൻ ആവശ്യമാണ്. മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി ആമെ കൂടപ്പുറപ്പായ മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി നടത്തി നോക്കി. പത്തനംതിട്ട ഇലന്തൂരിൽ കിട്ടിയോ മോക്ഷം? കിട്ടിയോ? കിട്ടിയില്ല. അകത്ത് കിടന്ന് ഉണ്ടതിനിതാ. ഇപ്പൊ ഉണ്ടയില്ലെന്നാ, ചപ്പാത്തി ആയിക്കോട്ടെ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. മനുഷ്യൻ ഇന്നും മോക്ഷം തേടി അലയുകയാ. എന്തിനാ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ വഴിവക്കിലെല്ലാം ഈശ്വരഭക്തിയുള്ള മനുഷ്യന്മാരെ നമുക്ക് ദേശീയപാതകളിൽ കാണാം. എന്തിനാ ഇത് ചെയ്യുന്നത്? നേരം പോക്കിനല്ല, ഒരു ഈശ്വര കടാക്ഷം കിട്ടണം എന്ന് ആശിച്ച സകല മനുഷ്യന്മാരും ഇത് ചെയ്യുന്നത്. ഒരു മോക്ഷം വേണം, ഈശ്വര കടാക്ഷം വേണം എന്ന് ചിന്തിച്ച് തന്നെയാ. അപ്പൊ മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞു. നേർച്ച കാഴ്ചകളും തീർത്ഥയാത്രകളും പുണ്യകർമ്മ ക്രിയാദികളെല്ലാം മനുഷ്യൻ നടത്തി നോക്കി. പക്ഷെ അവനെ ഈ തിന്മയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ അവൻ ഇവിടെയുള്ള ഒരുവിധമാകുന്ന കർമ്മക്രിയാദികൾക്കും കഴിയാതെ പരാജയപ്പെട്ടു പോയി. ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ കുടി നിർത്താൻ ആവുന്ന മണി 58 നോക്കി വെച്ച് ഭർത്താവ് ഇപ്പോഴും കുടിച്ചുകൊണ്ട് നടക്കുന്നു. ഭാര്യ പരാജയപ്പെട്ടു പോയി. കുടിയേറ്റനോട് നമ്മൾ പറഞ്ഞു, ചേട്ടാ കുടിക്കല്ലേ, ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ ഒന്ന് നിർത്തി, ഒന്ന് നന്നായിക്കൂടെ? സാറേ നിർത്തി, സാറേ നിർത്തി, ഇന്ന് നിർത്തി, ഇനിയില്ല. ഇങ്ങനെ പുള്ളി എത്ര വട്ടം നിർത്തി? ആവുന്ന പണി 58 നോക്കി. ഇതെല്ലാം ഒന്ന് വിട്ടുകളച്ച് നന്നാകണം, നന്മയിലേക്ക് നടക്കണം, നന്നായി ജീവിക്കണമെന്ന് ആശിച്ചു. പക്ഷെ കഴിയുന്നില്ല. അവിടെയാണ് പരാജയം. പാപമെന്ന് പറയുന്ന ഇരുട്ട് അവനെ കൺട്രോൾ ചെയ്ത് അവനെ സകല തിന്മകളിലേക്കും വഴിതിരിച്ചു കൊണ്ടുപോയപ്പോൾ അവന്റെ നിലവിളി ഈശ്വരനോട് ഉയർന്നു, ദൈവത്തോട് ഉയർന്നു, സൃഷ്ടാവിനോട് ഉയർന്നു. ഇന്ന് രാത്രി ഇടയപ്പാറയോട് സന്തോഷത്തോടെ പറയാം, സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവമായവൻ, സൃഷ്ടാവായവൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഫലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്ത ഒരു സൂക്തമുണ്ട് വേദപുസ്തകത്തിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. കേട്ടോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന
നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇടയപ്പാറയോട് പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, തെറ്റിന്റെ, തിന്മയുടെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, നന്മയിലേക്ക് നടക്കാൻ, നന്നായി ജീവിപ്പാൻ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗവിക്ഷുതിയിലില്ല. ഈ സുവിശേഷം, യേശുക്രിസ്തു എന്ന വെളിച്ചം ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുന്നോ, വെളിച്ചം വരുന്നിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഈ പന്തലിന്റെ അകത്ത് എന്തുകൊണ്ട് ഇരുട്ടില്ല? അവൻ ഉത്തരം ഇവിടെ വെളിച്ചം കത്തിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. ഈ വെളിച്ചം മുഴുവൻ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഇരുട്ട് വ്യാപരിക്കും. അപ്പോൾ ഇരുട്ടുള്ളിടത്ത് വെളിച്ചമില്ല, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടില്ല. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു നിന്റെ ഹൃദയക്കൂടിന്റെ അകത്തേക്ക് കടന്നു വന്നാൽ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ഇന്നലെ വരെ ജീവിച്ച നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിപ്പാൻ, ഇന്നലെ വരെ ദേശം നിന്നെ ശപിച്ചെങ്കിൽ, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ തലതെറിച്ചെന്ന് പറഞ്ഞെങ്കിൽ, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിൽ, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, സഹോദര, നാളെ ഇതേ പട്ടണത്തിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന യേശുക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരുമൊക്കെയായി കള്ളടിച്ച് പാക്കം പാൻപരാഗം ചവച്ച് ലുങ്കിയൊക്കെ മടക്കി കുത്തി റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പീടിക കടക്കാര് വിരൽ ചൂണ്ടി ചോദിക്കും, അവൻ ഏതാ പോകുന്നത്? ഓ, അവൻ ഇല്ല, മറ്റേ ജമീലയുടെ മോനാണ്. ജമീലയുടെ മോൻ, സലാമിൻ്റെ മോനെ. ഓ, നമ്മുടെ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോനോ? ഓ, ആ, എൻ്റെ ഉപ്പുപ്പ അവിടെ ഒരു താരമായിരുന്നു, പുള്ളിയുടെ പേര് പറഞ്ഞാലേ അറിയൂ. ആ, ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോ? ആ, ഓ, എല്ലാം തലതെറിച്ച് പോയില്ലയോ, നടക്കുന്ന കണ്ടില്ലയോ എന്ന് പറഞ്ഞ ഒരു കാലം. 2002 ക്രിസ്തുയേശു അകത്തേക്ക് കടന്നു വന്നു. ഇന്ന് ഈ വസ്ത്രം ധരിച്ച് എൻ്റെ നാട്ടിലെ കവലകളിൽ ആമെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങി നിന്നാൽ കുറഞ്ഞപക്ഷം ആമെ നാട്ടിലെ ചെറുപ്പക്കാര് കുറഞ്ഞപക്ഷം ആ മുണ്ടിൻ്റെ മടിക്കുത്തൊക്കെ ഒന്ന് അഴിച്ചിട്ടേച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ഈ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച യേശുക്രിസ്തു ഇന്ന് രാത്രി പറയാം, ഒരു നാണയത്തൊട്ട് കൊടുത്തില്ല, 1 കിലോമീറ്റർ നടന്നില്ല, ഒരു മെഴുകുതിരി കത്തിച്ചില്ല, ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചു. ആമേൻ. നാം ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ശബ്ദപരിധിയിൽ കേൾക്കുന്ന ജീവിതങ്ങളോട് പറയട്ടെ, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, നിരാശയുടെ നീർച്ചുഴിയിൽ നിവദിച്ച്, നിരാലംബരായി നെടുവേർപ്പെട്ടുകൊണ്ട് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കണമെന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അരുത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. 2002 ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ കാലത്ത് ഒരിക്കൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് ബാപ്പയുടെ ആളുകൾ കണ്ടു. എന്നെ ഒന്ന് ഇളക്കി. എന്താ എടാ, മുസ്ലിമിൽ നിന്നൊന്നും ആരും ഇങ്ങനെ പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിപ്പോയാന്നും പറഞ്ഞ് എന്നെ ഇളക്കി. അന്ന് ഞാനിങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നതല്ലേ ഉള്ളൂ. അപ്പം ചെറുതായിട്ട് ഞാനും ഒന്ന് ചഞ്ചലപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടാവുമോ എന്നൊരു ചിന്ത. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഉപദേശിമാരോട് ചോദിച്ചു, ഉപദേശിമാരെ, എന്നെപ്പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? അപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ നസീർ പാസ്റ്ററും കുടുംബവും ഉണ്ടെന്ന്. ആണോ? എന്നാൽ പിന്നെ ആ നമ്പർ മേടിച്ചു, നേരെ വിട്ടു നസീർ പാസ്റ്ററെ കാണാൻ. കേട്ടേ, നസീർ പാസ്റ്ററെ ചെന്ന് കണ്ടു. നോക്കിയപ്പം പാസ്റ്റർ നസീറും ഭാര്യ റഷീദയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്റർ എന്നാ ഇറങ്ങിയേ? എന്നോട് ചോദിച്ചു, നീ എന്നാ ഇറങ്ങിയേ? ഞാൻ പറഞ്ഞു, ഞാൻ 2002 ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. ഞാൻ 94 ഇറങ്ങിയെന്ന്. സ്തോത്രം. ആമേ. അപ്പം എനിക്കൊരു സന്തോഷം, ഒരു സമാധാനം. മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനലിൽ കൂടെ അപ്പുറത്തോട്ട് നോക്കും, അവിടെയും കൂടെ പോയെന്നറിയുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞ പോലെ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പം ഒരു സമാധാനം. ഞാൻ ചോദിച്ചു നസീർ പാസ്റ്ററോട്, വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോലെ? ഉടനെ പറഞ്ഞു, പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. നേരെ വിട്ടു കോട്ടയത്തിന്. സിയാദ് മുഹമ്മദിനെ കണ്ടപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോലെ? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ട്, നിലമ്പൂരെന്ന്. നേരെ വിട്ട് നിലമ്പൂർ ചുങ്കത്തറയിൽ ഷാജഹാനും ഷീജ ബീവിയും സുവിശേഷ വേല ചെയ്യുന്നു. ഷാജഹാനെ ചെന്ന് കണ്ടപ്പോൾ പറയുക, പാസ്റ്റർ ഇസ്മായിൽ അട്ടപ്പാടി, വയനാട്ടിൽ അട്ടപ്പാടിയിൽ നിന്ന് ഇറങ്ങി വയനാട്ടിൽ നിന്ന് ഇറങ്ങി അട്ടപ്പാടി ഡോക്ടർ മുരളീധരൻ്റെ കൂടെ പ്രവർത്തിക്കുന്നെന്ന്. നേരെ വിട്ട് പുള്ളിയെ കാണാൻ. പുള്ളിയെ കണ്ടു. പുള്ളി ഇപ്പോൾ എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി, IPCയിലെ പാസ്റ്ററാ. ഇസ്മായിൽ പറഞ്ഞു, പാസ്റ്റർ മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീർ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖ് പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂരുണ്ടെന്ന്. അബ്ദുൽ വഹാബ് പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുണ്ടെന്ന്. അബ്ദുൽ സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു, സിസ്റ്റർ സൗദാ ബീവി നാലാഞ്ചിറയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ കുവൈറ്റിലുണ്ടെന്ന്.
ചുരുക്കി പറഞ്ഞാൽ ഇനി പറഞ്ഞു പോയ സമയം അങ്ങ് പോകും. ആയിരക്കണക്കിന് ആളുകൾ അവൻ ഈ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് പറയാം, സ്രഷ്ടാവിനെ തിരിച്ചറിയണം. അതിനാണ് ഈ സുവിശേഷ യോഗം. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് യോഗത്തിന് പോയി. തിരുവനന്തപുരത്ത് യോഗത്തിന് പോയപ്പോൾ മതലയിലെല്ലാം ഇങ്ങനെ കൺവെൻഷൻ്റെ നോട്ടീസുകൾ പലത് നോക്കിയപ്പോഴോ പല പേരുകൾ: പാസ്റ്റർ സുമേഷ്, സുരേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, ഗോപിനാഥൻ, ആചാരി, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. ഉണ്ടോ? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ തിന്മകളിൽ നിന്ന് വേർപെട്ട് ആമേൻ നന്മയുടെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി പറയാം, യേശുക്രിസ്തു സർവ്വമാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃകാ ജീവിതം ജീവിച്ച് കാണിച്ചു കേട്ടോ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലം തുറന്ന പുസ്തകമായിരുന്ന ജീവിതം. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആമേൻ ആർക്കും ഒരു വിരൽ കൊണ്ടുപോലും ചോദ്യം ചെയ്യാൻ കഴിയാതെ വണ്ണം മാതൃകയുള്ള ഒരു ജീവിതം നയിച്ച് 33 തിരുവയസ്സിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം മരണം, പാപത്തിൻ്റെ ശമ്പളം എന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവ് കാൽവയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസകഷ്ണങ്ങൾ ഇളകി തെറിച്ചു പോയി. തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ച് കയറ്റിയിട്ടും ആമേൻ അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ടും വേദപുസ്തകത്തിൽ പ്രവാചകൻ ഇങ്ങനെ എഴുതി, അവൻ വായ തുറക്കാതിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ചിന്തയാ. ആമേ, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ വാക്കും തുമ്പി നിർത്തിയ മഹാദൈവം എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? ചോദിച്ചു ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന്. കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ക്രൂശിൽ നിന്നൊരു സൂപ്പർ ഹീറോയെ പോലെ ഇറങ്ങി വരാൻ അങ്ങേക്ക് കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് അങ്ങ് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് 23 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഉത്തരം തന്നു. ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നു നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിന്റെ പടുകുഴിയിൽ പതിക്കാതിരിപ്പാൻ, എന്നെയും നിന്നെയും നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ എന്റെ യേശു എനിക്കും നിനക്കും പകരമായി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായെന്ന്. സ്തോത്രം. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഇടയപ്പാറയോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഇടയപ്പാറയിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി IPA ഇവിടെ ഒരു കൺവെൻഷൻ നടത്തത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു? എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റു. പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഒടുവിൽ സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ശ്രദ്ധിച്ച ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നേരമില്ല അതുകൊണ്ട്. സ്തോത്രം. സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ ശിഷ്യഗണം തല ഉയർത്തി നോക്കി നിൽക്കുക. യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെട്ടവരുടെ കണ്ണിന് മറഞ്ഞു. ഉടനെ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 ദൂതന്മാർ വെളിപ്പെട്ടു വന്നു. തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ വിളിച്ചു പറഞ്ഞൊരു പ്രവചനം ഒന്ന് മൈക്കിലൂടെ വായിച്ചു കൊടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:11 വേഗത്തിൽ മൈക്കിലൂടെ ഒന്ന് വായിച്ചു കൊടുത്തേ. ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രവചനം വായിച്ചാട്ടെ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഇതേ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇടയപ്പാറ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഒന്ന് ഓർമ്മയിൽ വെച്ചോ. ചില ആളുകൾ ഇപ്പൊ ചിരിക്കും. ഇവന്മാര് കാലം എത്രയായി പറയാൻ തുടങ്ങിയിട്ട് യേശു വരുന്നു വന്നില്ലല്ലോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, 23 വർഷം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ ഷമീറിന് ഈ ഭാഗ്യം ലഭിക്കത്തില്ലായിരുന്നു. 10 വർഷം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പലർക്കും ഭാഗ്യം ലഭിക്കത്തില്ലായിരുന്നു.
അതുകൊണ്ട് ഇന്നും അവൻ വരാത്തത് നിന്നെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാ, നീയും കൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ, നീയും കൂടെ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് കരുതി അധികകാലം മുന്നോട്ട് പോവുകയില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞ സകല അടയാളങ്ങളും സകല ലക്ഷണങ്ങളും അതിൻ്റെ അന്ത്യഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇനി അധികം താമസമില്ല, വരുവാനുള്ളവൻ വരും. സ്തോത്രം. ദൂതന്മാരുടെ പ്രവചനം അത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നും കൂടി വായിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചാട്ടെ താഴോട്ടെ. ആമേൻ. ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ യെരൂശലേമിന്റെ സമീപത്ത് ഒരു ശബത ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശിഷ്യന്മാർ ഒലിവുമലയിൽ എങ്ങോട്ട് വന്നു? പറ. യെരൂശലേമിലേക്ക്. ഇവർക്ക് മനസ്സിലായോ എന്നറിയാനാ ചോദിക്കുന്നത്. യെരൂശലേമിലേക്ക് തിരിച്ചു വന്നു. വന്നിട്ട് എന്തോ ചെയ്തു? വായിര്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അവർ താമസിച്ച മാളിക മുറിയിലോട്ട് കയറിപ്പോയെന്നാ വായിച്ചേ. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര്, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നോ കള്ളം പറഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം ഒന്ന് വായിച്ചു കൊടുത്തേ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലമായി, മത്തായി, അൽഫയുടെ മകന് യാക്കോബ്, എരിവുകാരനായി ശീമോൻ, യാക്കോബിന്റെ മകന് യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവരും കേട്ടല്ലോ. ഒരു വരി കൂട്ടിയിട്ടില്ല, ഒരു വരി കുറച്ചിട്ടില്ല. പുസ്തകത്തിൽ എഴുതിയത് അതുപോലെ വായിച്ചു കേൾപ്പിക്കുക. മേപ്പോട്ട് കയറിപ്പോരുടെ പേര് വിവരം എല്ലാവരും കേട്ടോ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ തന്നെ. അപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പെന്തക്കോസ് അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാന്നോ മാമേ? അവർ മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാന്നോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസ് കാർ അല്ല, പെന്തക്കോസ്ത് നാൾ വന്നു. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഒരു ചോദ്യം, ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരി മറിയല്ലേ? അവിടെ ഉണ്ടെന്നല്ലേ വായിച്ചേ? 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ്, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമസ്, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ്ലീഹ. ഇവരെല്ലാവരും അന്യഭാഷ പറഞ്ഞാൽ ഇടയപ്പാറക്കാര് കലപില പറയാൻ തുടങ്ങി അല്ലേ? അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. പുസ്തകത്തിൽ തെളിവുണ്ട്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ശരിയാണോ? ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പറ. പത്രോസ്. പോപ്പ്. 1-ാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പത്രോസ് ലീഗ ആത്മനിറവിൽ എഴുന്നേറ്റൊരു ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? അതാ കുറിവാക്യം വായിച്ചോ. എന്ത് സംഭവിച്ചു? 2:37. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ഒറ്റ പ്രസംഗം കേട്ടവരുടെ ഹൃദയത്തിൽ. പറ ദൈവമക്കളെ, എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. നിങ്ങളുടെ ആരുടെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടുവന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തുവാ കൊണ്ടേ? കുത്തുകൊണ്ട്. അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചേച്ച് വേണം പന്തലിൽ നിന്ന് പോകാൻ. പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജമാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചില്ലെന്ന് ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെന്തുവാ? വായിര്. കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ നിലവിളിച്ചിട്ട് ചോദിച്ചു, ദൈവദാസന്മാര്, നിങ്ങൾ അവിടെ ആത്മാവിൽ സംസാരിക്കുന്ന ഓരോ വാക്കുകളും എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് പോപ്പവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട്
നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മതി, സിമ്പിൾ. എന്തു വേണം? അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വരി പോലും കൂട്ടിയില്ല, ഒരു വരി പോലും കുറച്ചില്ല. അന്ന് പത്രോസ്ലീഹ പ്രസംഗിച്ചത് ഞങ്ങൾ ഇന്നും ആവർത്തിച്ച് പ്രസംഗിക്കുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, അകത്ത് കയറിയ പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് മോക്ഷം പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. മനസ്സിലാകുന്നുണ്ടോ? ഈ സന്ദേശം ഹൃദയത്തിൻ്റെ അകത്ത് ചെന്ന് തട്ടിയവരാണ് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവമക്കൾ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നോക്ക്, അടുത്ത വാക്യം കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചു. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെ ആ ദൈവസഭ വളർന്നേ. ഇവിടെ ആരെയും പിടിച്ചും വലിച്ചും കെട്ടിവലിച്ചും കൊണ്ടുവരുന്ന മാർഗമല്ലിത്. പ്രസംഗിക്കേണ്ടത് അങ്ങോട്ട് പ്രസംഗിച്ചു കൊടുത്തപ്പോൾ, ഹൃദയത്തിൻ്റെ അകത്ത് കയറേണ്ടത് അങ്ങോട്ട് കയറിയപ്പോൾ, പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തിയപ്പോൾ 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഇന്ന് രാത്രിയിലും ചിലത് തീരുമാനിച്ചോ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതപ്പെടണം. സ്തോത്രം. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പേര് വിളിച്ചു. അതാ 47-ാം വാക്യം. പുസ്തകം അടയ്ക്കാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ കൂട്ടുകാരാ, സഭ. ആമേൻ. ഏതാ സഭ? ആകാശ ഗോപുരം മുട്ട കെട്ടിവെച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ നോക്കിയല്ല വിളിച്ചത്. പിന്നെയോ മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ചു സഭ. ആ സഭയ്ക്കകത്ത് ഷമീറുണ്ട്, സുരേഷുണ്ട്, നസീറുണ്ട്, സിയാദുണ്ട്, നാരായണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, തോമസ് ഉണ്ട്, ജോസഫ് ഊട്ടിയുണ്ട്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം സഭ. ആ സഭയെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വീണ്ടും വെളിപ്പെടാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ, അതെ, എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. ആ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതപ്പെടണം. എനിക്കും സ്നാനമേൽക്കണം. അതേ, വേർപെട്ട് ജീവിക്കണം. അതേ, നിത്യതയിൽ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കണം. ഇന്ന് രാത്രി ആ തീരുമാനമുള്ളവരെല്ലാം ആമേ ചേർന്ന് കരങ്ങളെ അടിച്ച് പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ശക്തിയോടെ ഒരുമിച്ച് ആനന്ദത്തോടെ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ.